കേസിൽ റിമാൻഡിലായ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പി. കൗൺസിലർ ആർ. സുഗതൻ അയോഗ്യനായേക്കും. നഗരസഭാ ചട്ടപ്രകാരം തുടർച്ചയായി 3 കൗൺസിൽ യോഗങ്ങളിൽ നിന്നും വിട്ടുനിന്നാൽ ജനപ്രതിനിധിയെ അയോഗ്യനാക്കാം. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ സുഗതൻ കഴിഞ്ഞ 2 യോഗങ്ങളിൽ പങ്കെടുത്തിട്ടില്ല. അടിയന്തരമായി അടുത്ത കൗൺസിൽ യോഗം വിളിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം കോർപ്പറേഷൻ സെക്രട്ടറിക്ക് കത്ത് നൽകി. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് CPIM പ്രവർത്തകരെ മർദ്ദിച്ചതിൽ വാഴോട്ടുകോണം വാർഡ് കൗൺസിലർ ആർ. സുഗതനെതിരെ വധശ്രമത്തിന് പോലീസ് കേസെടുത്തത്. പിന്നാലെ ഒളിവിൽ പോയ സുഗതൻ ഏപ്രിൽ 27-നും മെയ് 12-നും തിരുവനന്തപുരം കോർപ്പറേഷൻ ആസ്ഥാനത്ത് ചേർന്ന കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുത്തില്ല. യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന് കോർപ്പറേഷനെ രേഖാമൂലം അറിയിച്ചതുമില്ല. സുഗതനെതിരെ കാപ്പ ചുമത്തിയതിനാൽ ഉടൻ ജാമ്യം ലഭിക്കില്ലെന്നാണ് വിവരം. ഈ സാഹചര്യത്തിൽ അടുത്ത കൗൺസിൽ യോഗത്തിലും പങ്കെടുക്കാനാകില്ല. സംസ്ഥാനത്തെ നഗരസഭ ചട്ടപ്രകാരം തുടർച്ചയായി 3 യോഗങ്ങളിൽ പങ്കെടുക്കാതിരുന്നാൽ കൗൺസിലർ സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കപ്പെടും. എന്നാൽ സുഗതന്റെ അയോഗ്യത തടയാൻ BJP രേഖകൾ അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്നാണ് CPIM ആരോപണം. നേരത്തെ പൂർത്തിയായ 2 യോഗങ്ങളിലും പങ്കെടുക്കാത്തവരുടെ പേരുകളിൽ മേയർ VV രാജേഷ് സുഗതന്റെ പേര് രേഖപ്പെടുത്താത്തതാണ് ആരോപണത്തിന് ശക്തി പകരുന്നത്. സ്വാഭാവികമായിട്ട് ഇയാളെ സംരക്ഷിക്കുകയല്ലേ ചെയ്യുന്നത്. ഇപ്പോൾ ഈ കാപ്പ കേസിനകത്ത് പ്രതിയാണെന്നുള്ളത് അവിടെ ഇരിക്കുന്ന കൗൺസിലിനകത്ത് തന്നെ പങ്കെടുക്കുന്ന മുൻ DGPക്ക് അറിയാം. അവർ സർവീസിലിരുന്ന സന്ദർഭത്തിലാണ് ഇവർക്കെതിരെയായിട്ടുള്ള പോലീസ് നടപടികൾ ആരംഭിക്കുന്നത്. ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെ മുഴുവൻ ഈ RSS വൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നഗരസഭയെ ഉപയോഗപ്പെടുത്തുകയാണ്. ഇവരെല്ലാം എന്തെല്ലാം ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് ചെയ്താലും ഇത്തരത്തിലുള്ള ഗുണ്ടകളെല്ലാം തേർവാഴ്ച നടത്തിയാലും ഞങ്ങൾ അവരെയെല്ലാം സംരക്ഷിക്കുമെന്നുള്ള ഒരു പരസ്യമായിട്ടുള്ള സന്ദേശമാണ് ഈ പറയുന്ന മേയർ ഇന്നിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വിയ്യൂർ ജയിലിൽ തുടരുന്ന സുഗതൻ അവധി ആവശ്യപ്പെട്ട് ഇതുവരെയും കോർപ്പറേഷന് കത്ത് നൽകിയിട്ടില്ല. അടിയന്തരമായി കൗൺസിൽ യോഗം വിളിച്ചു ചേർക്കണമെന്നും വിഷയം ചർച്ച ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് LDF-ഉം UDF-ഉം കോർപ്പറേഷൻ സെക്രട്ടറിക്ക് കത്ത് നൽകി. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.